പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്സിലിയം നവജ്യോതി ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നമംഗലം അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. കഥ കേട്ടാലോ? കടലിൽ വല വീശിയ പത്രോസ്ലീഹായ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഗായത്രി നമുക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തരും. പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് ഗായത്രി പാൽശ്ശേരി. ഞാൻ കുന്നമംഗലം ഓക്സിലിയം നവജ്യോതി സ്കൂളിൽ UKG ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങളെല്ലാവരും ബൈബിളിലെ കുറേയേറെ കഥകൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ ശിമോൻ പത്രോസിൻ്റെ അനുസരണശീലത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഞാനിവിടെ നിങ്ങൾക്കായി പറയാൻ പോകുന്നത്. യേശുവിൻ്റെ മരണശേഷം പത്രോസും മറ്റു ശിഷ്യന്മാരും വളരെ വിഷമത്തിലായിരുന്നു. പത്രോസിൻ്റെ ജോലി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഒരു ദിവസം അവരിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നമുക്ക് കടലിൽ പോയി മീൻ പിടിക്കാം. അങ്ങനെ അവർ വള്ളത്തിൽ കയറി കടലിലേക്ക് പോയി. ആ രാത്രിയിൽ അവർക്ക് മീനൊന്നും കിട്ടിയില്ല. വളരെയധികം വിഷമത്തോടെ അവർ കരയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. നേരം വെളുത്തു. ആ ദിവസവും അവരെല്ലാവരും ഒരുമിച്ച് കൂടി. ഇനിയിപ്പോൾ എന്തോ ഒരു വഴി അവർ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു അപരിചിതൻ അവരുടെ അടുക്കിലേക്ക് വന്നത്. അയാൾ അവരോട് ചോദിച്ചു, എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? പണിക്കൊന്നും പോകാനില്ലേ? കടലിൽ പോയിട്ട് നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലേ? ഇല്ല എന്ന് ഉത്തരം പറഞ്ഞ് പത്രോസ് ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. വെള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ മത്സ്യങ്ങളെ കിട്ടും. അത് കേട്ടപ്പോൾ പത്രോസും ഫ്രണ്ട്സും സംശയത്തോടെ പരസ്പരം നോക്കി. ഈ മനുഷ്യൻ പറഞ്ഞതല്ലേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ അവർ വെള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിഞ്ഞു. കൂട്ടുകാരെ, അത്ഭുതമെന്ന് പറയട്ടെ, ആ വല നിറയെ അവർക്ക് മത്സ്യങ്ങളെ കിട്ടി. പത്രോസ് വീണ്ടും ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് അവരുടെ ഗുരുവായ യേശു ആണെന്ന്. ഈ കാര്യം മനസ്സിലാക്കിയതും പത്രോസ് കടലിലേക്ക് ഒറ്റച്ചാട്ടം അദ്ദേഹം നീന്തി യേശു എത്തി. മറ്റുള്ളവർ വെള്ളവും തൊഴഞ്ഞ് കരയിലെത്തി. യേശുവിനെ കണ്ടപ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പ്രിയ കൂട്ടുകാരെ, പത്രോസും ഫ്രണ്ട്സും യേശുവിൻ്റെ വാക്കുകൾ കേട്ടു വലയെറിഞ്ഞപ്പോഴല്ലേ അവർക്ക് ഇഷ്ടം പോലെ മത്സ്യങ്ങളെ കിട്ടിയത്. അതുപോലെ നമുക്കും യേശു പറയുന്നതൊക്കെ കേൾക്കാൻ ശ്രമിക്കാം. കുട്ടികളായ നമ്മളെ നേർവഴിക്ക് നടത്താനും നല്ലത് പറഞ്ഞു തരാൻ വേണ്ടി ദൈവം അയച്ചു തന്നവരാണ് നമ്മളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും മുതിർന്നവരും എല്ലാവരും. അവരിലൂടെ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് നമുക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടികളായി നമുക്കും വളരാം. നാനാത്വത്തിലെ ഏകത്വത്തെ അവതരിപ്പിക്കുന്ന നൃത്തശില്പം ഇവിടെ ആരംഭിക്കുകയായി.
പ്രേമസ്വരൂപ പ്രഭോ യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ ഉയർത്തവൻ സർവാധിപനേ യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ സസാദ പപ്പക്കാരി സസാദ മതക്കാരി സസാദ പപ്പക്കാരി സന്നി സായി മത മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ സ്തുതി പാടിടാം സ്തുതി പാടിടാം സ്തുതി പാടിടാം സ്തുതി പാടിടാം യേശുവേ പ്രേമസ്വരൂപ പ്രഭോ യേശുവേ യേശുവേ നിന്റെ നാമം പൂജിതമാകണം യേശുവേ നിന്റെ നാമം പൂജിതമാകണം കരുണാസാഗരമേ നിൻ രാജ്യം വരണം കരുണാസാഗരമേ നിൻ രാജ്യം വരണം യേശുവേ നിന്റെ നാമം പൂജിതമാകണം കരുണാസാഗരമേ നിൻ രാജ്യം വരണം ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരേ ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരേ ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം
അലയാഴി നടുവിലും നൗക നയിക്കുന്ന ദൈവപുത്രൻ അമരക്കാരാ. അലയാഴി നടുവിലും നൗക നയിക്കുന്ന ദൈവപുത്രൻ അമരക്കാരാ. പാപത്തിൻ ആഴത്തിൽ തകരാതെ അഭയമേകിയണയു, കരം നൽകൂ. അഭയമേകിയണയു, കരം നൽകൂ. സർവശക്തനേ പാപമോചനാ. യേശുവേ സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭോ. യേശുവേ പ്രേമസ്വരൂപ പ്രഭോ. യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയിർത്തവൻ സർവാധിപനേ. ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയിർത്തവൻ സർവാധിപനേ. യേശുവേ പ്രേമസ്വരൂപ പ്രഭോ. യേശുവേ ആ, ആ, നിത്യവിശുദ്ധയായ മാതാവേ, നിൻ സ്തുതി ഞങ്ങൾ അങ്ങേക്ക് മുമ്പിൽ അർപ്പിക്കുന്നു. ദേവമാതാവേ മരിയേ പാവനാംബികയേ, നിന്റെ സന്നിധിയിൽ എന്നും വന്നണഞ്ഞു ഞാൻ. ജന്മപാപത്തിൻ കറയില്ലാതെ നീ പിറന്നു, കർമ്മവേദികളിൽ പുണ്യം ചാത്തി നീ നടന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു നിൻ പദങ്ങളിൽ എൻ സ്നേഹ പൂക്കൾ ചൊരിയുന്നു. സംവത്സരങ്ങൾക്കും മുൻപൊരു ദിവ്യവാഗ്ദാനം, ദൈവനന്ദനായി മർത്യനു സ്നേഹ സമ്മാനം. പ്രസാദവരപൂർണേ നിന്നിൽ ജന്മമാർന്നല്ലോ, ദിവ്യകന്യക നിൻ മുന്നിൽ സ്തോത്രമേകുന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു നിൻ പദങ്ങളിൽ എൻ സ്നേഹ പൂക്കൾ ചൊരിയുന്നു. സൂര്യവസ്ത്രം നിന്റെ മേനിൽ അഴകു ചാർത്തുന്നു, ചന്ദ്രബിംബം നിന്റെ പാദം താങ്ങി നിൽക്കുന്നു. കാരജാലം നിൻമുടിയിൽ കിരീടമാകുന്നു, സന്തതം നിൻ ദിവ്യനാമം ഭൂമി വാഴ്ത്തുന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു നിൻ പദങ്ങളിൽ എൻ സ്നേഹ പൂക്കൾ ചൊരിയുന്നു. നിന്റെ ആത്മാവെന്നുമെന്നും ദൈവസ്തുതി പാടി, നിന്റെ ചിത്തം രക്ഷകനിലായി തേടിയാനന്ദം. നിൻ വിനീതമനം ഈശ്വര ദർശനം നേടി, എന്നുമെന്നും ജനപദങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു നിൻ പദങ്ങളിൽ എൻ സ്നേഹ
സൃഷ്ടിതാവിൻ മാതാവേ ദിവ്യകന്യകയേ, രക്ഷിതാവിൻ ദിവ്യജനനി നിത്യനിർമ്മലയേ, വിവേകമതിയ മാതാവേ സ്നേഹപൂരിതയേ, പ്രകാശപൂർണിമ നിന്നാമ സ്തുതികൾ പാടുന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു. നിൻ പദങ്ങളിൽ എൻ സ്നേഹ പൂക്കൾ ചൊരിയുന്നു. വല്ലഭം നിറയും കനിവിൻ ദിവ്യ കന്യകയെ, വിശ്വാസവതിയെ നീ ആത്മ ജ്ഞാനപൂരിതയെ, നിന്നിൽ ദൈവരഹസ്യമെന്നുമെന്നും നിറഞ്ഞു നിൽക്കുന്നു. ആകാശമോക്ഷം നീ വഴിയാൽ പൂവിൽ നിറയുന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു. നിൻ പദങ്ങളിൽ എന്നുമെന്നും പൂക്കൾ ചൊരിയുന്നു. ഉഷകാല താരകമായി പീഡിതർക്കാശ്രയം പകരും, പാപികൾക്കെന്നും ഭൂവിൽ സങ്കേതമായണയും. ദുഃഖിതർ നിന്നിൽ ആശ്വാസം തിരഞ്ഞലയും, മാലാഖമാർ നിന്നെ സ്വർഗ റാണിയായി വണങ്ങും. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു. നിൻ പദങ്ങളിൽ എന്നുമെന്നും പൂക്കൾ ചൊരിയുന്നു. ദേവമാതാവേ മരിയേ പാവനാംബികയേ, നിന്റെ സന്നിധിയിൽ എന്നും വന്നണഞ്ഞു ഞാൻ. ജന്മപാപത്തിൻ കറയില്ലാതെ നീ പിറന്നു, കർമ്മവേദികളിൽ പുണ്യം ചാത്തി നീ നടന്നു. കൈവണങ്ങുന്നു നിന്നെ, കൈവണങ്ങുന്നു. നിൻ പദങ്ങളിൽ എൻ സ്നേഹ പൂക്കൾ ചൊരിയുന്നു. അന്യഭാഷയെ നാം കേരളീയർ എത്രമാത്രം ഹൃദയത്തിലേറ്റിയിരിക്കുന്നു. നമുക്ക് ആസ്വദിക്കാം ഒരു നൃത്തം. ആ
ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.